നമസ്കാരം, വെരി ഗുഡ് മോർണിംഗ്. 24ന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു ദിവസത്തിലേക്ക്, പുതിയ വാർത്തകളിലേക്ക്, പഴയ വാർത്തകളുടെ അപ്ഡേറ്റുകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 26 ചൊവ്വാഴ്ചയാണ്, ഇടവം 12. അപ്പോൾ വീണ്ടും രാവിലെ വരുന്നത് പശ്ചിമേഷ്യയിൽ ചില ആക്രമണങ്ങളുടെ അപ്ഡേറ്റ്സ് ഒക്കെയാണ്. അമേരിക്കയുടെ ചെറിയ ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുന്നു. അത് ഒരുപക്ഷെ സമാധാന കരാറിലേക്ക് എത്താനുള്ള ഒരു സമ്മർദ്ദമായി കണ്ടാൽ മതി എന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. അതിലിനി ഇറാന്റെ പ്രതികരണം എന്താകുമെന്നൊക്കെയുള്ള ആകാംക്ഷയുണ്ട്, ആശങ്കയുണ്ട്. അതിനൊപ്പം തന്നെ സംസ്ഥാനത്തും ഒപ്പം ഡൽഹിയിൽ ഇന്ന് പ്രധാനമന്ത്രിയെ കാണുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. നിർണായകമായ കൂടിക്കാഴ്ചയുടെ അടക്കം അപ്ഡേറ്റ്സ് ഇന്ന് വരാനിരിക്കുന്നു. ഏറെ വാർത്തകളുള്ള ദിവസം. ന്യൂസ് ബ്രേക്സിലേക്ക് വിശദമായി. ഇറാനിൽ വീണ്ടും അമേരിക്കൻ ആക്രമണം. ഇറാനിലെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തി. സമുദ്രത്തിൽ മൈനുകൾ സ്ഥാപിക്കാൻ ശ്രമിച്ച ബോട്ടുകളും ആക്രമിച്ചെന്ന അമേരിക്ക പ്രതിരോധ നടപടിയാണിതെന്നാണ് യു.എസ്. സെൻട്രൽ കമാൻഡന്റിന്റെ വിശദീകരണം. തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിലും ഹോർമൂസ് കടലിടുക്കിന് സമീപവും സ്ഫോടനമുണ്ടായതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വിവരങ്ങളുമായി മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുകയാണ്. മധു, ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഈവനിംഗ്. അപ്പോൾ ഈ ഒരു സമ്മർദ്ദ തന്ത്രം എന്ന് തോന്നും, പക്ഷേ ഈ എബ്രഹാം അക്കോർഡിന്റെ ഭാഗമാകണം എന്ന് ഇറാനോട് ആവശ്യപ്പെടുമ്പോൾ ഇസ്രായേലിനോട് സമവായത്തിൽ പോകുന്ന ആ ഒരു കരാറിലേക്ക് ഇറാൻ വരാനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ്? ഒപ്പം തന്നെ ഒരു യു.എസ്. ഇറാൻ സമാധാന കരാറായി എന്ന് തോന്നിപ്പിച്ച നിമിഷങ്ങളിലൂടെയാണല്ലോ നമ്മൾ കുറച്ചു മണിക്കൂറുകൾക്ക് മുമ്പ് കടന്നുപോയത്. ഗുഡ് മോർണിംഗ് ഗോകുൽ കൃഷ്ണ. ഇപ്പോൾ ഖത്തറിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിർണായക ചർച്ചകൾക്കായിട്ട് ഇറാൻ പ്രതിനിധികൾ എത്തി. മണിക്കൂറുകൾക്കകമാണ് തെക്കൻ ഇറാനിലെ ഈ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളിലും അതുപോലെ സമുദ്രത്തിൽ മൈനുകൾ സ്ഥാപിക്കുവാൻ ശ്രമിച്ച ഇറാൻ ബോട്ടുകൾക്ക് നേരെയും അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തിയത്. ഇതൊരു പ്രതിരോധ നടപടി മാത്രമാണെന്നാണ് ഇതിന് അമേരിക്ക നൽകുന്ന വിശദീകരണം. അതായത് ഇറാനിയൻ സേനയിൽ നിന്നുണ്ടാകുന്ന ഭീഷണികളിൽ നിന്ന് യു.എസ്. സൈനികർക്ക് സംരക്ഷണം ഒരുക്കുകയായിരുന്നു ചെയ്തത് എന്നാണ് യു.എസ്. സെൻട്രൽ കമാൻഡ് പറയുന്നത്. വെടിനിർത്തൽ സമയമാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ പരമാവധി സംയമനം പാലിച്ചുകൊണ്ട് തന്നെ യു.എസ്. സൈനികരെ പ്രതിരോധിക്കുവാൻ സെൻട്രൽ കമാൻഡ് തുടർച്ചയായിട്ട് ഇനിയും പ്രവർത്തിക്കുമെന്നാണ് ഇവരുടെ സ്പോക്ക് പേഴ്സൺ ക്യാപ്റ്റൻ ടിം ഹോക്കിൻസ് പറയുന്നത്. ഹിസ്ബുള്ളക്കെതിരെയുള്ള പോരാട്ടം ഇസ്രായേൽ ശക്തമാക്കുവാൻ ഇന്നലെ തീരുമാനിച്ചിരുന്നു. അതേസമയം തന്നെയാണ് അമേരിക്കയുടെയും ഈ നിർണായക സൈനിക നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നിലവിലെ ഈ സമാധാന ചർച്ചകളെ കടുത്ത പ്രതിസന്ധിയിലാക്കും ഈ രണ്ട് തീരുമാനങ്ങളും. അമേരിക്കയും ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനോടൊപ്പം ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷം കൂടി പരിഹരിക്കുന്ന ഒരു സമഗ്രമായ ഒരു കരാർ മാത്രമേ അംഗീകരിക്കൂ എന്ന് കർശന നിലപാടാണ് ഇറാൻ ആദ്യം മുതലേ എടുത്തിരിക്കുന്നതെന്നുകൂടി ഓർക്കണം. അതേസമയം നേരത്തെ കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ ലക്ഷ്യമിട്ടുള്ള അബ്രഹാം അക്കോർഡ്സിൽ ഒന്നടങ്കം പങ്കുചേരുവാൻ 6 രാജ്യങ്ങളോട് യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സൗദി അറേബ്യ, ഖത്തർ, പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്ത്, ജോർദാൻ എന്നീ രാജ്യങ്ങളോടാണ് ഈ കരാറിന്റെ ഭാഗമാകുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇറാനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കുക, അതുപോലെ പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന്റെ നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ വിപുലീകരിക്കുക എന്നതാണ് ഈ നീക്കത്തിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നത്. ഈ 6 രാജ്യങ്ങളും ഒറ്റക്കെട്ടായി ഈ കരാറിൽ ഒപ്പുവെക്കണമെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഇപ്പോഴത്തെ ആവശ്യം. ഗോകുൽ കൃഷ്ണ. ശരി, വിവരങ്ങളുമായി ചേർന്നത് മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന്. തിരുവനന്തപുരം പാളയത്ത് രാത്രിയിൽ SFI KSU സംഘർഷം. പ്രവർത്തകർ തമ്മിൽ കല്ലേറുണ്ടായി. പോലീസ് കണ്ണീർ വാതകവും ജലപീരങ്കിയും പ്രയോഗിച്ചു. ലാത്തി വീശിയിട്ടും പ്രവർത്തകർ പിരിഞ്ഞുപോയില്ല. കോൺഗ്രസ് അനുകൂല ഫ്ലെക്സ് ബോർഡുകൾ SFI പ്രവർത്തകർ വ്യാപകമായി നശിപ്പിച്ചു. CPIM നേതാക്കളായ MB ജയരാജനും A റഹീമും സ്ഥലത്തെത്തി. പോലീസ് ഏകപക്ഷീയമായി പെരുമാറിയെന്നും KSU പ്രവർത്തകരുടെ അക്രമം പോലീസ് നോക്കി നിന്നെന്നും നേതാക്കൾ ആരോപിച്ചു. അഹങ്കാരത്തിലാണ് അവരിപ്പോ ഉള്ളത്. യഥാർത്ഥത്തിൽ ഒരു പ്രകോപനമില്ലല്ലോ. സെനറ്റ് ഇലക്ഷൻ SFI വിജയിച്ചു. വിജയിച്ചവരെ സ്വീകരിച്ചുകൊണ്ടുള്ള പ്രകടനം നടത്തുന്നതിനിടയിൽ SFI പ്രവർത്തകന്മാരെ ആക്രമിക്കേണ്ട കാര്യം എന്താ? നാമമാത്രമായ KSU പ്രവർത്തകന്മാരെ പോലീസിന് നീക്കം ചെയ്യാവുന്നതേ ഉള്ളൂ. അവര് കല്ലെറിയുന്നവരെ സംരക്ഷിക്കുന്ന പോലീസ്. ഇതാണോ ചെന്നിത്തലയുടെ പോലീസ്? ഇത് ഒരു ന്യായവുമില്ലാത്ത ഒരു കാര്യമാണ്. SFI പ്രവർത്തകന്മാരെ ഏകപക്ഷീയമായി KSUവിന്റെ ക്രിമിനൽ സംഘവും ഒപ്പം പോലീസും ചേർന്ന് വേട്ടയാടുകയാണ്. പോലീസ് ക്ഷണിച്ചു വരുന്ന കാര്യമാണിത്. ഏകപക്ഷീയമായി പോലീസ് ചെയ്ത കാര്യമാണ്. KSU പോലീസിൻ്റെ ബലത്തിൽ SFIക്കാരെ ആക്രമിക്കാൻ ശ്രമിച്ചതാണ്. പോലീസ് ആദ്യം മുതൽ അവസാനം വരെ
ഇതിൻ്റെ ഏകപക്ഷീയമായ മുഴുവൻ ഉത്തരവാദിത്വം പോലീസിനാണെന്ന് ഞാൻ പറയും. ഏതായാലും വളരെ ദൗർഭാഗ്യകരമായിട്ടാണ് പോലീസ് ക്ഷണിച്ചു വരുത്തിയ പ്രശ്നമാണിത്. KSU പോലീസിൻ്റെ തലത്തിലാണ് ഇത്തരമൊരു സംഘർഷം ഇവിടെ ക്ഷണിച്ചു വരുത്തിയത്. കേരള സർവകലാശാല തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ SFI നടത്തിയ ആഹ്ലാദ പ്രകടനത്തിനിടെയാണ് സംഘർഷമുണ്ടായത്. ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് SFI മാർച്ച് നടത്തും. തിരുവനന്തപുരത്ത് നിന്ന് മേഘ്ന മുരളി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മേഘ്ന, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് തെരുവ് യുദ്ധമായിരുന്നു. ഏറെ നീണ്ട സംഘർഷം. അതിനൊടുവിൽ പോലീസുകാരനടക്കം SHOയ്ക്ക് അടക്കം പരിക്കേറ്റു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നും പ്രതിഷേധ പ്രകടനങ്ങളിലേക്ക് പോവുകയാണ്. എന്താണ് ഇരു കൂട്ടരുടെയും ആരോപണം? എവിടെയാണ് ഈ സംഘർഷങ്ങളുടെ തുടക്കം? ഗുഡ് മോർണിംഗ് ഗോകുൽ, ക്രിസ്റ്റീന. വലിയ സംഘർഷങ്ങൾക്ക് പേരുകേട്ടിട്ടുള്ളതാണ് കേരള സർവകലാശാല. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത്തവണയും അത് അതിര് കടന്നു. ഒരു യുദ്ധസമാനമായിരുന്നു അന്തരീക്ഷം എന്നുള്ളതാണ്. അതിൽ ഇന്നലെയായിരുന്നു കേരള സർവകലാശാല യൂണിയൻ തിരഞ്ഞെടുപ്പ്. വൈകുന്നേരം തന്നെ ഈ വോട്ടെണ്ണുന്ന സമയത്ത് തന്നെ SFI KSU പ്രവർത്തകർ തമ്പടിച്ച് സർവകലാശാലയുടെ പല ഭാഗങ്ങളിലും നിൽക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ഈ വോട്ടെണ്ണിയതിനു ശേഷമുള്ള ആഹ്ലാദ പ്രകടനത്തിനിടെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും പ്രശ്നങ്ങളുടെ തുടക്കവും. അതിൽ KSUവിന് ചുരുക്കം ചില സീറ്റുകളാണ് ലഭിച്ചത്. SFIക്കാണ് ഇത്തവണയും കേരള സർവകലാശാലയിൽ ഭൂരിപക്ഷം. അങ്ങനെ രണ്ടു കൂട്ടരും ആഹ്ലാദ പ്രകടനവുമായി എത്തുന്നു. അങ്ങനെ ഈ ആഹ്ലാദ പ്രകടനം പാളയത്തെത്തിയപ്പോഴാണ് ഇരു കൂട്ടരും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നത്. അതിൽ രണ്ടുപേരുടെയും പക്ഷം എന്ന് പറയുന്നത് ആദ്യം കല്ലേറുണ്ടായി, പരസ്പരം കല്ലേറുണ്ടായി. അതുപോലെ തന്നെ ആദ്യം SFI ആക്രമിക്കാൻ എത്തിയെന്ന് KSUവും KSU ആക്രമിക്കാൻ എത്തിയെന്ന് SFIയും പറയുന്നുണ്ട്. അങ്ങനെ പോലീസ് ഇടപെടുന്നു. പോലീസിന്റെ കണ്ണീർവാതക പ്രയോഗവും ജലപീരങ്കി പ്രയോഗവും ഉണ്ടായിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ലാതെ ഈ പാളയം ഇപ്പോൾ ഈ രാവിലെയും പാളയത്തൂടി സഞ്ചരിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഒരു യുദ്ധസമാനം. കാരണം ഒരു യുദ്ധം കഴിഞ്ഞ് ഒരു പൂരമൊക്കെ കഴിഞ്ഞ് പോയതുപോലെയാണ് പാളയത്തെ ആ മാർക്കറ്റിന്റെ മുൻവശം എന്നുള്ളതാണ്. പക്ഷേ രാത്രി ആയതുകൊണ്ട് കൂടുതൽ ജനങ്ങൾ ആ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. ഇപ്പോൾ SFIയുടെ ഒരു ഭാഗം എന്ന് പറയുന്നത് പോലീസ് അകാരണമായി മർദ്ദിച്ചു. അതുപോലെ തന്നെ പോലീസ് ഈ പ്രശ്നത്തിൽ ഇടപെട്ടില്ല. പോലീസ് വിളിച്ചു വരുത്തിയ പ്രശ്നം എന്നുള്ളതായിരുന്നു. നേരത്തെ തന്നെ റഹീം MPയും അതുപോലെ തന്നെ MV ജയരാജൻ അടക്കമുള്ളവർ ഈ യൂണിവേഴ്സിറ്റിയിൽ എത്തുകയും വിദ്യാർത്ഥികളെ അഭിനന്ദിച്ച് തിരിച്ചു പോവുകയും ചെയ്തിരുന്നു. പിന്നീട് വീണ്ടും ഈ പ്രശ്നം കേട്ടറിഞ്ഞാണ് ഈ CPM നേതാക്കൾ തിരിച്ചെത്തുകയും ഈ പ്രശ്നത്തിൽ ഇടപെടുകയും ചെയ്തത്. അതിൽ റഹീം MPയും അതുപോലെ തന്നെ MV ജയരാജനും പറയുന്നത് രമേശ് ചെന്നിത്തലയുടെ പോലീസ് അകാരണമായി മർദ്ദിച്ചു. അതുപോലെ തന്നെ ഈ കാര്യത്തിൽ ഇടപെട്ടില്ല. ചെറിയ ഒരു ഭൂരിപക്ഷം KSU പ്രവർത്തകരാണ് ഉണ്ടായത്. പക്ഷേ എന്നിട്ടും ഈ പ്രവർത്തകരെ മാറ്റാൻ വേണ്ടി പോലീസ് തുനിഞ്ഞില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതുപോലെ തന്നെ SFI പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് മർദ്ദിച്ചു എന്നടക്കമുള്ള ആരോപണങ്ങളും SFI പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്. സംസ്ഥാന ഭാരവാഹികളടക്കം ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും നിലവിൽ ചെയ്തിട്ടുണ്ട്. കൂടാതെ CPM ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കം ഈ വിദ്യാർത്ഥികളെ വന്ന് സന്ദർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇന്നലെ അർദ്ധരാത്രിയിൽ. എന്തായാലും അതിൽ KSUവും SFIയും പരസ്പരം ആരോപണം ഉന്നയിക്കുകയാണ്. അതിൽ SFI സംസ്ഥാന സെക്രട്ടറി അടക്കം പറയുന്നത് കഴിഞ്ഞ 10 വർഷത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള ഒരു പോലീസ് അതിക്രമമാണ് ഉണ്ടായത് എന്നുള്ളതാണ്. ഇത് ആരോപിച്ചുകൊണ്ട് ഇന്ന് രാവിലെ സെക്രട്ടേറിയറ്റിലേക്ക് SFI മാർച്ചും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും അതിൽ പോലീസ് കേസ് എടുക്കുമെന്ന് തന്നെയാണ്, കണ്ടാലറിയുന്നവർക്കെതിരെ പോലീസ് കേസ് എടുക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് വലിയ ഒരു യുദ്ധസമാനം തന്നെയായിരുന്നു. വലിയൊരു വൻ സംഘർഷം എന്ന് പറയുന്ന രീതിയിലേക്ക് വിദ്യാർത്ഥികൾ തമ്മിലുള്ള വാക്കുതർക്കം അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പോയി എന്നുള്ളതാണ്. എന്തായാലും സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. അതിൽ SFIക്ക് തന്നെയാണ് ഭൂരിപക്ഷം. ചുരുക്കം ചില സീറ്റുകളാണ് KSUവിന് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ രണ്ടു കൂട്ടരും ആഹ്ലാദ പ്രകടനവുമായി എത്തുന്നു. അതിനിടെയാണ് ഈ ഒരു സംഘർഷം പൊട്ടിപ്പുറപ്പെടുന്നത്. ശരി, എന്തായാലും കലാശാലകളും യൂണിവേഴ്സിറ്റിയും ഒക്കെ കലാപശാലകളാകാതിരിക്കട്ടെ, അവിടെ കൂടുതൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കട്ടെ. തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് മേഘ്ന മുരളിയാണ്. ഡൽഹിയിലെത്തിയ മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. രാവിലെ 11:15 സേവാ തീർത്ഥിലാണ് കൂടിക്കാഴ്ച. മുഖ്യമന്ത്രിയായ അധികാരമേറ്റതിന് പിന്നാലെയുള്ള ആദ്യ കൂടിക്കാഴ്ചയാണ് ഇന്ന് നടക്കുന്നത്. ദേശീയപാത വികസനം, എയിംസ്, റെയിൽവേ ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തിന്റെ വികസന ആവശ്യങ്ങളും കേന്ദ്ര പദ്ധതികളുടെ നടത്തിപ്പും കൂടിക്കാഴ്ചയിൽ ചർച്ചയായേക്കും. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുകയാണ്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കേരളത്തിൽ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചൊരു ധവളപത്രം ഇറക്കാൻ ഒരുങ്ങുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മുതലുള്ള ആരോപണമാണ് ഈ ഒരു ധനകാര്യ മാനേജ്മെന്റ് ബില്ലടക്കം സംസ്ഥാനത്തെ കേന്ദ്രം ശ്വാസം മുട്ടിക്കുന്നു, വികസന പദ്ധതികളിൽ അനുഭാവപൂർവ്വം പരിഗണിക്കുന്നില്ല എന്നതൊക്കെ. അപ്പോൾ ആദ്യ സൗഹൃദ സന്ദർശനമാണ് പ്രധാനമന്ത്രിയുമായി നടക്കുന്നത്. ഏത് രീതിയിലായിരിക്കും സംസ്ഥാനത്തിന്റെ വികസന കാര്യങ്ങൾ കേന്ദ്രത്തിന്റെ മുന്നിൽ മുഖ്യമന്ത്രി അവതരിപ്പിക്കുക?
വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഗൂഗിൾ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ് ഇന്ന് ഡൽഹിയിൽ നടക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രിയായ ശേഷം ഡൽഹിയിൽ രണ്ടാം തവണയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എത്തുന്നത്. അദ്ദേഹം ആദ്യ സന്ദർശനത്തിൽ തന്നെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താനുള്ള സൗകര്യം തേടിയിരുന്നു എങ്കിൽ സമയം ലഭിച്ചിരുന്നില്ല. മറ്റ് തിരക്കുകളിലായിരുന്നു പ്രധാനമന്ത്രി ആ ഘട്ടത്തിൽ. ആ ഒരു സൗഹൃദ കൂടിക്കാഴ്ചയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഇന്ന് രാവിലെ 11:15 പ്രധാനമന്ത്രിയുടെ ഓഫീസായ സേവാ തീർത്തിൽ വെച്ചാണ് ആ കൂടിക്കാഴ്ച നടക്കുക. കൂടിക്കാഴ്ചയിൽ പ്രധാനമായും ഇതൊരു സൗഹൃദ കൂടിക്കാഴ്ചയാണ്. മുഖ്യമന്ത്രിയായ ശേഷം ആദ്യം പ്രധാനമന്ത്രിയെ കാണാൻ എത്തുന്ന ഒരു കൂടിക്കാഴ്ചയാണ് എങ്കിൽ പോലും സംസ്ഥാനത്തിന്റെ വികസന വിഷയങ്ങൾ ഈ ഒരു കൂടിക്കാഴ്ചയിൽ ഉയർന്നു വരും എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിൽ പ്രധാനമായും കേരളത്തിന് ലഭിക്കേണ്ട സാമ്പത്തിക സഹായമുണ്ട്, കേന്ദ്ര സഹായമുണ്ട്, ഒപ്പം തന്നെ റെയിൽവേ വികസനം, എയിംസ്, ദേശീയപാതാ വികസനം തുടങ്ങിയ വിഷയങ്ങളാണ് പ്രധാനമായ വിഷയങ്ങൾ. ഇത് സംബന്ധിച്ചുള്ള പ്രാഥമികമായ ആശയവിനിമയങ്ങൾ, ഇതിന്റെ പുരോഗതി സംബന്ധിച്ചുള്ള അന്വേഷണം തുടങ്ങിയവ ഈ ഒരു കൂടിക്കാഴ്ചയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഒപ്പം തന്നെ ധനമന്ത്രി നിർമ്മല സീതാരാമനെ കർത്തവ്യ ഭവനിൽ വെച്ച് ഉച്ചയ്ക്ക് 2:30 കാണുന്നുണ്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ആ ഒരു കൂടിക്കാഴ്ചയിൽ ഏറെ നിർണായകമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് കേരളത്തെ ഏറ്റവും കൂടുതൽ വിമർശിച്ച ഒരു കേന്ദ്രമന്ത്രിയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കേരളത്തിന് ആവശ്യമായ ഫണ്ട് കേന്ദ്രം നൽകുന്നില്ല എന്ന ആക്ഷേപം സംസ്ഥാനത്തു നിന്നും ഉയർന്ന ഘട്ടത്തിൽ അച്ചടക്കമില്ലാത്ത സാമ്പത്തിക കൈകാര്യമാണ് കേരളത്തിന്റെ പ്രതിസന്ധിക്ക് കാരണം എന്ന വിമർശനവുമായി നിർമ്മല സീതാരാമൻ രംഗത്തെത്തിയിരുന്നു. പല പദ്ധതികൾക്ക് അടക്കം കേന്ദ്ര സഹായം ആവശ്യത്തിന് ലഭിക്കുന്നില്ല എന്ന ആക്ഷേപം നേരത്തെ തന്നെ മുൻ LDF സർക്കാർ ഉന്നയിച്ചിട്ടുണ്ട്. ഈ വിഷയങ്ങൾ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കൂടിക്കാഴ്ച. പുതിയൊരു സർക്കാർ സംസ്ഥാനത്ത് അധികാരത്തിൽ എത്തുമ്പോൾ എന്തായിരിക്കും ധനമന്ത്രിയുടെ നയം, സമീപനം എന്നീ കാര്യങ്ങൾ ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ അത് സംബന്ധിച്ചുള്ള സൂചനകൾ ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വികസന പദ്ധതികൾ, ഒപ്പം തന്നെ കേരളത്തിന് ലഭിക്കേണ്ട സാമ്പത്തിക സഹായം എന്നീ കാര്യങ്ങൾ ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും എന്നാണ് സൂചനകൾ. ക്രിസ്റ്റീന, ഗോകുൽ. ശരി, എന്നാലും പുതിയ സർക്കാരിന് ഈ ഫെഡറൽ ബന്ധത്തിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവരാൻ സാധിക്കുക? ഈ പറയുന്ന ധനകാര്യ മാനേജ്മെന്റിലടക്കം കൂടുതൽ സഹായം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുമോ, അതോ കൂടുതൽ ഉത്തരവാദിത്വം സംസ്ഥാനത്തെ ഏൽപ്പിക്കുമോ എന്ന കാര്യമൊക്കെ നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. നിർണായകമാണ് ഇന്ന് നടക്കുന്ന കൂടിക്കാഴ്ച. സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് തിരുവനന്തപുരം PMGയിലെ വിജിലൻസ് ആസ്ഥാനത്ത് ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരും. SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യത്തെ ഉന്നതതല യോഗമാണ്. വിവാദമായ അഴിമതി കേസുകളിൽ സർക്കാരിന്റെ തുടർ നിലപാടുകളും നീക്കങ്ങളും ആദ്യ ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകിയേക്കും. പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ KK ഹർഷിന ഇന്ന് ജോലിയിൽ പ്രവേശിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ ആശുപത്രിയിൽ ഓഫീസ് അറ്റൻഡന്റായാണ് നിയമനം. ഹർഷിനയുടെ പ്രസവ ശസ്ത്രക്രിയ നടന്നത് ഇതേ ആശുപത്രിയിലായിരുന്നു. ഹർഷിന മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും കണ്ടതിന് തൊട്ടു പിന്നാലെയാണ് ജോലി നൽകിയുള്ള ഉത്തരവിറങ്ങിയത്. 24 ആണ് ഹർഷിനയുടെ ദുരിതം ആദ്യം പുറം ലോകത്ത് അറിയിച്ചത്. കോഴിക്കോട് നിന്ന് ദിലിഷ തിലകൻ ചേരുന്നുണ്ട്. ദിലിഷ, ഇന്നലെ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ ഹർഷിന പറഞ്ഞത് പ്രതീക്ഷയുണ്ട്, മുഖ്യമന്ത്രിയെ കാണും, ആരോഗ്യമന്ത്രിയെ കാണുമെന്നാണ്. ആരോഗ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ മന്ത്രിസഭാ യോഗത്തിന് മുന്നേ തന്നെ പറഞ്ഞു അക്കാര്യത്തിൽ ഇന്ന് ചർച്ചയുണ്ടാകുമെന്ന് മാത്രമാണ്. പക്ഷേ അനുഭാവപൂർണമായ തീരുമാനം ഇത്ര വേഗത്തിൽ ഒരു ജോലി നൽകലിലേക്ക് എത്തുമെന്ന് ഹർഷിന പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അപ്രതീക്ഷിതമായിരുന്നു അതിവേഗത്തിലുള്ള ആ തീരുമാനം. എപ്പോഴാണ് ഹർഷിന ജോലിയിൽ ചുമതലയേൽക്കുക? ഗോകുൽ, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഹർഷിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമുള്ള ദിവസമാണെന്ന്. കാരണം നമുക്കറിയാം 2017 മുതൽ തുടങ്ങിയ പോരാട്ടമാണ്, വർഷങ്ങൾ നീണ്ട പോരാട്ടം, നീതി തേടിയുള്ള. അത് ഇപ്പോൾ ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ അവിടെ വെച്ച് തന്നെയാണ് ഹർഷിനയുടെ 3ാം പ്രസവ ശസ്ത്രക്രിയ നടക്കുന്നത്. ഈ ശസ്ത്രക്രിയക്കിടെയാണ് 2017 നവംബറിൽ ഹർഷിനയുടെ വയറ്റിൽ കത്രിക മറന്നുവെക്കുന്ന സംഭവം ഉണ്ടാകുന്നത്. തുടർന്ന് ഇങ്ങോട്ട് 5ഓളം ശസ്ത്രക്രിയകൾ ഇതിന്റെ ഭാഗമായിട്ട് ഹർഷിനയ്ക്ക് നടത്തേണ്ടി വന്ന ഒരുപാട് വേദനകൾ സഹിച്ചു. അങ്ങനെ ഹർഷിന സമരമുഖത്തായിരുന്നു. കഴിഞ്ഞ സർക്കാരിൽ നിന്നും നേരിട്ട അവഗണന അത് കൃത്യമായിട്ട് മുഖ്യമന്ത്രിയെ, പുതിയ മന്ത്രിസഭയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി, മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെ നേരിട്ട് കാണാൻ വേണ്ടി ഹർഷിന ഇന്നലെ തിരുവനന്തപുരത്ത് എത്തുകയും ഈ അവഗണന നേരിട്ട് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഹർഷിനയ്ക്ക് അനുകൂലമായിട്ടുള്ളൊരു നടപടി ഉണ്ടാകുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ ആശുപത്രിയിൽ ഓഫീസ് അറ്റൻഡന്റ് ആയിട്ടാണ് നിയമനം. ഇന്ന് ഹർഷിന തന്നെ ജോലിയിൽ പ്രവേശിക്കും. എന്തായാലും
മാത്രവുമല്ല ഹർഷിനയ്ക്ക് അർഹമായിട്ടുള്ള നഷ്ടപരിഹാര തുക അതും സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. വൈകാതെ തന്നെ അതും നൽകുമെന്ന ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. 24 ആണ് ഈ വാർത്ത പുറത്തുവിട്ടത്. എന്തായാലും വളരെ വർഷങ്ങൾ നീണ്ടൊരു പോരാട്ടം തന്നെയായിരുന്നു. നമുക്കറിയാം, അത് ഹർഷിന ഒരുപാട് കാലം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിലും സമരമുഖത്ത് ഇരുന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് മുൻ ആരോഗ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിലുമെല്ലാം ഒരുപാട് സമരം ഇരുന്നതാണ്. എന്നാൽ പോലും ആ ഒരു വിഷയത്തിൽ ഹർഷിനയ്ക്ക് അർഹിക്കുന്ന ഒരു നീതിയോ നഷ്ടപരിഹാര തുകയോ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല. എന്തായാലും ഇന്ന് ഹർഷിന ജോലിയിൽ പ്രവേശിക്കുമെന്നുള്ളത് വലിയ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ്. ശരി, ദിൽഷ തിലകനാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. ഇന്നലെ ഹർഷിന തിരുവനന്തപുരത്തേക്ക് പോകുമ്പോഴും അർഹമായ നീതിയുക്തമായ നഷ്ടപരിഹാരം, അതായത് മുൻ സർക്കാർ നൽകിയ നഷ്ടപരിഹാരം പോരാ, അതിൽ കൂടുതൽ പണം നൽകണം, നഷ്ടപരിഹാരമായി നൽകണം എന്നതായിരുന്നു പ്രധാന ആവശ്യം. ജോലി എന്നതൊരു രണ്ടാമത്തെ ആവശ്യമായിരുന്നു. പക്ഷേ അതിൽ രണ്ടാമത്തെ ആവശ്യത്തിന് ആദ്യം തന്നെ പരിഗണന കൊടുക്കുകയാണ് സർക്കാർ. എന്തായാലും മറ്റ് ആവശ്യങ്ങളും അതിൽ പരിഗണന ഉണ്ടാകും. ഒപ്പം തന്നെ ഈ സംവിധാനത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെയും ഇതേപോലെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നവരെയും ഒക്കെ ചേർത്ത് പിടിക്കാൻ എല്ലാ വിഷയങ്ങളിലും സർക്കാരിനാകട്ടെ എന്ന പ്രതീക്ഷയാണ് നമ്മളും പങ്കുവയ്ക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ ഗൺമാന്മാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കുകയാണ്. കേസിലെ മുഖ്യപ്രതികളായ അനിൽ കല്ലിയൂരും സന്ദീപുമാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. മുൻകൂർ ജാമ്യത്തെ SIT ശക്തമായി എതിർക്കും. അശ്വിൻ പാലാഴ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന്. അശ്വിൻ, ഇന്നലെ തന്നെ SITയുടെ റിപ്പോർട്ട്, പ്രാഥമിക റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന്റെ കയ്യിലെത്തിയിരിക്കുകയാണ്. അതിൽ വകുപ്പ് തല ഒരു നടപടി പ്രതീക്ഷിക്കുന്നുമുണ്ട്. അതിനിടയിൽ ഇന്നത്തെ ഹർജി മുൻകൂർ ജാമ്യാപേക്ഷ എത്തുമ്പോൾ ഈ വാദികളായത് AD തോമസും ഒപ്പം ജുവലും സ്വാഭാവികമായും ഇതിൽ കക്ഷി ചേരണം, അല്ലെങ്കിൽ അവരുടെ എതിർപ്പറിയിക്കാൻ കക്ഷി ചേരാനുള്ള സാധ്യതയൊക്കെയല്ലേ മുന്നിലുള്ളത്? ഗോകുൽ കൃഷ്ണ, ഗുഡ് മോർണിംഗ്. ഇന്ന് എന്തായാലും ഈ ഗൺമാന്മാരുടെ മർദ്ദന കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ദിവസമാണ്. കേസിൽ ആദ്യ പ്രതി ചേർക്കപ്പെട്ട മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്ലിയൂരും ഒപ്പം അംഗരക്ഷകൻ സന്ദീപുമാണ് ഈ കേസ് SIT അന്വേഷണം തുടങ്ങിയതിന് പിന്നാലെ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ആ ജാമ്യാപേക്ഷ ഇന്ന് ഹണി വർഗീസിന്റെ ബെഞ്ച് പരിഗണിക്കുകയാണ്. അത് 11 മണിയോടുകൂടി ഈ ഹർജി പരിഗണിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനിടെ ഈ കേസിൽ ഇരകളായ മർദ്ദനം ഏറ്റുവാങ്ങിയ നിലവിലെ ആലപ്പുഴ MLA, KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയായ AD തോമസും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ അജയ് ജുവൽ കുര്യാക്കോസും ജാമ്യഹർജിയിൽ ഭാഗമാവുന്നുണ്ട്. കേസിൽ കക്ഷി ചേർന്ന മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർക്കാനാണ് അവരുടെ തീരുമാനം. എന്തായാലും SITയും ശക്തമായ എതിർപ്പ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് നൽകുന്നുണ്ട്. അതിനൊപ്പമാണ് വകുപ്പുതല നടപടിക്കുള്ള കളം കൂടി ഇന്ന് ഒരുങ്ങുന്നത്. ഈ 5 ഉദ്യോഗസ്ഥർക്കെതിരെയും വകുപ്പുതല നടപടിയുടെ തീരുമാനം ഇന്നുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഗോകുൽ കൃഷ്ണ. ശരി, അശ്വിൻ പാലാഴയാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇവർ കൂടി കേസിൽ കക്ഷി ചേരുകയാണ്, ജാമ്യാപേക്ഷയെ എതിർക്കുക എന്ന ലക്ഷ്യത്തോടെ. കേരളത്തിൽ കാലവർഷം എത്താൻ വൈകും. ഇന്ന് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിൽ എത്തുമെന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നേരത്തെയുള്ള പ്രവചനം. 4 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ഒഴികെയുള്ള ജില്ലകളിലെ മുന്നറിയിപ്പ് പിൻവലിച്ചിട്ടുണ്ട്. മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും ചേരുന്നത്. മേഘന, ഗുഡ് മോർണിംഗ് അഗെയിൻ. അപ്പോൾ ഇത്തവണ ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട മഴയുടെ വരവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പ്രവചനങ്ങളാണുള്ളത്? ഒപ്പം തന്നെ ഈ എൽ നിനോ പ്രതിഭാസത്തിന്റെ ഭാഗമായി മഴ കുറയാനൊരു സാധ്യത കൂടെ പ്രവചിക്കപ്പെടുന്നുണ്ടല്ലോ. ഗോകുൽ, കഴിഞ്ഞ വർഷം ഈ ദിവസമാവുമ്പോഴേക്കും നമുക്ക് കാലവർഷ മഴ ലഭിച്ചു തുടങ്ങിയിരുന്നു. പക്ഷേ ഇത്തവണ കാലവർഷം എത്താൻ വൈകുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പായി നൽകുന്നത്. അതിൽ ഈ ദിവസം എത്തുമെന്നുള്ളതായിരുന്നു മുന്നേയുള്ള പ്രവചനം. പക്ഷേ അത് മഴ എത്താൻ വൈകുമെന്നുള്ള കാര്യം തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. എൽ നിനോ പ്രതിഭാസത്തിന്റെ ഭാഗമായി അടക്കം മഴയുടെ അളവ് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കാലവർഷം എത്താൻ വൈകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് വരെയാണ് കാലവർഷ മഴ എത്തുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പെയ്യുന്ന വേനൽ മഴ അതും ദുർബലമാകാൻ സാധ്യതയുണ്ടെന്നും കേരള കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ 9 ജില്ലകളിലധികം യെല്ലോ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ ഇന്ന് പിൻവലിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലയിലാണ് ഇന്ന് യെല്ലോ മുന്നറിയിപ്പുള്ളത്. ശക്തമായ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കാറ്റിനും സാധ്യതയുണ്ട് ഈ ജില്ലകളിൽ നിന്നും പറയുന്നു. അതുപോലെ തന്നെ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കില്ല. കൂടാതെ കള്ളക്കടൽ പ്രതിഭാസം അടക്കം ഉണ്ടാകും. ഉയർന്ന തിരമാലയ്ക്കുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തീരപ്രദേശത്തുള്ളവർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. നാളെ വരെയാണ് ഈ ഒറ്റപ്പെട്ട ശക്തമായ
മഴയും പ്രവചിച്ചിരിക്കുന്നത്. പിന്നീട് മഴ കുറയാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നിലവിലെ അലർട്ട് പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നത്. ജൂൺ 1 മുമ്പായി തന്നെ കാലവർഷം എത്തുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. പക്ഷേ അത് എത്താൻ വൈകുമെന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ വർഷം കാലവർഷം ദുർബലമാകുമെന്നുള്ള കാര്യം കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ജൂണിലും ജൂലൈയിലും മഴയുടെ അളവ് കുറയാനാണ് സാധ്യത എന്നുള്ളതാണ് പറയുന്നത്. എങ്ങനെയായാലും ജാഗ്രതാ നിർദ്ദേശം കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. ശരി, എന്തായാലും ഇത്തവണയും എൽനിനോ പ്രതിഭാസത്തിന്റെ ഒരു പ്രഭാവം ഉണ്ടാകുമെന്നാണ്. എൽനിനോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിയേശു, കുഞ്ഞേശു എന്നാണ്. കാരണം ക്രിസ്മസിന്റെ സമയത്താണ് ഈ പെറുവിയൻ കോസ്റ്റിൽ ഈ മർദ്ദത്തിന്റെ വ്യത്യാസം ഉണ്ടാകുന്നത്. അപ്പോൾ കാറ്റ് വീശേണ്ടത് ആ ദിശ മാറുന്നു. ആ ദിശ മാറുന്നതിന്റെ ഭാഗമായിട്ട് മഴ പെയ്യുന്നത് നമുക്കിവിടെ കുറയുന്നു എന്നതാണ് ആ ഒരു പ്രതിഭാസത്തിന്റെ ഒരു എൽനിനോയുടെ പേരിലാണ് ഈ കഴിഞ്ഞ ചൂടുകാലത്ത് വലിയ പ്രചാരണങ്ങളൊക്കെ ഉണ്ടായത്. തെറ്റായ കുറെ പ്രചാരണങ്ങൾ വാട്സപ്പിലൂടെ വരികയും ചെയ്തിരുന്നു. അപ്പോൾ ഏതായാലും മഴ കുറച്ചൊരു കുറേ, അതായത് വേനൽമഴയ്ക്ക് ശേഷം ഈ കാലവർഷം തുടങ്ങാൻ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും. അത് നല്ലതാണ്. തുടർച്ചയായ ശക്തമായ മഴയും നമുക്ക് ചെറിയ ഭീഷണിയും പേടിയും ഉണ്ടാക്കുന്നതാണല്ലോ. അഭിനേതാക്കളുടെ സംഘടന അമ്മയിലെ പ്രശ്നങ്ങൾ കനക്കുകയാണ്. കുടുംബ സംഗമത്തിലെ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങളോട് ഭാരവാഹികൾ പ്രതികരിച്ചിട്ടില്ല. സ്പോൺസർഷിപ്പിലും സാമ്പത്തിക കാര്യങ്ങളിലും തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും സംഘടനയിൽ ആവശ്യമുയരുന്നുണ്ട്. ജനറൽ ബോഡിയിൽ വിഷയങ്ങൾ ചർച്ച ചെയ്യാമെന്ന നിലപാടിലാണ് മുതിർന്ന താരങ്ങൾ. അതേസമയം ടിനി ടോമിനെതിരെ അൻസിബ ഹസൻ നിയമ നടപടിക്ക് ഒരുങ്ങിയേക്കും. ലിഡിയ ജേക്കബ് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ലിഡിയ, ഗുഡ് മോർണിംഗ്. താരസംഘടനയിലെ തർക്കങ്ങൾ അങ്ങനെ പുറത്തേക്ക് വരികയാണ്. ഇരുപക്ഷത്തുമായി, അതായത് അൻസിബയ്ക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കുറേ താരങ്ങൾ ഒരു വശത്തും, അതല്ല നിലവിലെ ഭരണസമിതിക്കും ടിനി ടോമിനും പിന്തുണയുമായി മറ്റൊരു വിഭാഗവും, അങ്ങനെ രണ്ട് ചേരിയായി തിരിഞ്ഞ് പരസ്പരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉന്നയിക്കുകയാണ്. മുതിർന്ന താരങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഇത്രകാലവും ഈ സംഘടന നയിച്ചിരുന്ന മുതിർന്ന താരങ്ങളൊക്കെയും ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുന്നു, ഇതിലൊരു രമ്യതയിൽ ഒരുമിച്ചിരുത്തി ഒരു പരിഹാരത്തിലേക്ക് പോകാൻ സാധിക്കുമെന്നും ചില താരങ്ങൾ പറയുന്നുണ്ട്. അതിനുള്ള സാധ്യത വല്ലതുമുണ്ടോ? ഗോകുൽ, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഈ താരസംഘടന അമ്മയിലെ പോരാട്ടം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചേരിതിരിഞ്ഞുള്ള പോര് അത് കനക്കുക തന്നെയാണ്. ഓരോ ദിവസം ചെല്ലുന്നതോടും വിവിധ ആരോപണങ്ങളും പ്രതികരണങ്ങളുമായി താരങ്ങൾ രംഗത്ത് വരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ചേരിതിരിഞ്ഞ് ആരോപണങ്ങൾ ഉന്നയിക്കുന്ന, തർക്കങ്ങൾ ഉന്നയിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ മുതിർന്ന താരങ്ങളോ മറ്റുള്ള ആളുകളോ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അവരുടെ പ്രതികരണം കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഈ ഭാരവാഹികളോ മറ്റു മുതിർന്ന താരങ്ങളോ ഇതിനോട് പ്രതികരിക്കേണ്ടതില്ല, അല്ലെങ്കിൽ നിലവിൽ അത്തരത്തിലുള്ള കാര്യങ്ങളോട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കേണ്ടതില്ല, അത് ചെയ്യരുത് എന്നുള്ള ഒരു നിർദ്ദേശമാണ് അമ്മയുടെ ഭാരവാഹികളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ആകെ ശ്വേതാ മേനോൻ മാത്രമാണ് ടിനി ടോമിനെതിരെയുള്ള ആരോപണത്തിൽ ഒരു പ്രതികരണവുമായി രംഗത്തെത്തിയത്. മറ്റ് ആരും തന്നെ, പ്രത്യേകിച്ച് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കുക്കു പരമേശ്വരനോ ആരും തന്നെ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ്. മൗനം പാലിക്കുകയാണ്. മാത്രമല്ല മുതിർന്ന താരങ്ങൾ ഇത് ജനറൽ ബോഡിയിൽ ചർച്ച ചെയ്യാം എന്നുള്ള ഒരു നിലപാടിൽ അത് മാറ്റിവെച്ചിരിക്കുകയാണ് എന്നുകൂടിയാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റ് ആളുകൾ കൂടി, മുതിർന്ന താരങ്ങൾ കൂടി ഇതിനോട് പ്രതികരിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് നിലവിൽ നടക്കുന്ന ഒരു വിഷയത്തിൽ അതിൽ മുതിർന്ന താരങ്ങൾ ഇടപെട്ടാൽ മാത്രമേ, വളരെ അനുഭവ സമ്പത്തുള്ള താരങ്ങൾ ഇടപെട്ടാൽ മാത്രമേ അതിനൊരു പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള അഭിപ്രായം അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തന്നെ ഉയരുന്നുണ്ട്. ഒപ്പം അമ്മ സംഘടനയിലെ മറ്റ് അംഗങ്ങൾ തമ്മിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം ഉയരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എന്തായിരിക്കും അടുത്ത നടപടി എന്നുകൂടി കാണേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ടിനി ടോമിനെതിരെ അൻസിബ നിയമ നടപടിക്ക് ഒരുങ്ങുന്നു എന്നുള്ളത് കൂടിയാണ്. പ്രത്യേകിച്ച് ഇന്നലെ നിയമോപദേശവും കാര്യങ്ങളുമൊക്കെ നേടിയിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ നിയമ നടപടിക്ക് പോകാനുള്ളൊരു സാധ്യത കൂടി ഉണ്ട്. പക്ഷേ അൻസിബയ്ക്ക് പിന്തുണയുമായി ഒരുപാട് താരങ്ങൾ രംഗത്ത് വരുന്നുണ്ട്. ഒപ്പം ടിനി ടോമിന് പിന്തുണയുമായും നിരവധി താരങ്ങൾ രംഗത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മറ്റൊന്നുള്ളത്, ഈ ഇന്നലെ പുറത്തു വന്ന ഈ അമ്മയുടെ കുടുംബ സംഗമത്തിന്റെ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യം കൂടി, അതുകൂടി അന്വേഷിക്കണം എന്നുള്ള ആവശ്യം കൂടി ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ദല്ലാൽ നന്ദകുമാർ എന്നറിയപ്പെടുന്ന ടി ജി നന്ദകുമാർ പ്രസിഡന്റ് ആയിട്ടുള്ള ക്ഷേത്രത്തിന്റെ ഒരു സ്പോൺസർഷിപ്പാണ് അമ്മയുടെ ഒരു ടൈറ്റിൽ സ്പോൺസറായി വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാര്യത്തിൽ എന്തിനാണ് ഒരു മതസംഘടനയുടെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ ഒരു മതസ്ഥാപനത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു സ്പോൺസർഷിപ്പ് അമ്മ പോലൊരു സംഘടന, ചാരിറ്റി ഓർഗനൈസേഷൻ വാങ്ങിയതെന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തന്നെ പലരും അതിനെ ആദ്യം എതിർത്ത് രംഗത്ത് വന്നിരുന്നു. അതിൽ എതിർത്ത് രംഗത്ത് വന്നിരുന്ന
വന്ന ആളുകളിൽ ഒരാൾ അൻസിബ കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷമാണ് അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള തർക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നു. അതിനുശേഷം ഇത്തരത്തിൽ ടിനി ടോമിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ഒരു കാര്യങ്ങൾ അൻസിബയ്ക്കെതിരെ വരുന്നു എന്നുള്ളതൊക്കെയാണ് അൻസിബ ആരോപിക്കുന്നത്. എന്തായാലും ഇതിൽ കൂടുതൽ പ്രതികരണങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് എന്തെങ്കിലും സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്ന് സംബന്ധിച്ചൊക്കെ അന്വേഷണം കൂടി നടത്തേണ്ടതുണ്ട് എന്നുകൂടിയാണ്. ഏതായാലും മുതിർന്ന താരങ്ങൾ നിലവിൽ പ്രതികരിക്കില്ല. പക്ഷേ അമ്മയിലെ മറ്റു താരങ്ങൾ പ്രതികരിക്കാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഒരു പ്രൊഫഷണലിസം ഇല്ലായ്മ പലപ്പോഴും നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം വ്യക്തിപരമായ കാര്യങ്ങളിൽ ഊന്നിയ ചില കാര്യങ്ങൾ, അതുപോലെ തന്നെ നേതൃത്വത്തിന് എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ ആകാതെ വരിക, ചിലരോട് മാത്രം താല്പര്യം കാണിക്കുക, അങ്ങനെ വരുമ്പോൾ അത് സംഘടനയെ മൊത്തത്തിൽ രണ്ട് ചേരിയിലാക്കുന്നു. അത് അതിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നു. പുറത്തേക്ക് ഇത്തരം വിഴുപ്പുകൾ വലിച്ചിഴക്കപ്പെടുന്നു എന്നതാണ് പൊതുവായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് വീണ്ടും സംഘടന നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഇടയാവട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം. രാജ്യത്തെ ഇന്ധനവില കൂട്ടിയ സാഹചര്യത്തിൽ കേരളത്തിൽ നികുതി കുറയ്ക്കുമോ എന്നതിൽ ആകാംക്ഷ. നികുതി കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് മുന്നിൽ LDF പ്രതിരോധം തീർത്തിരിക്കുകയാണ്. ഇന്ധന സെസ് കുറയ്ക്കുന്ന കാര്യം പരിശോധിക്കുമെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞെങ്കിലും അതുണ്ടാക്കുന്ന സാമ്പത്തിക ബാധ്യത സർക്കാരിനെ പ്രതിരോധത്തിലാക്കുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം ധനകാര്യ സെക്രട്ടറിയുമായി മുഖ്യമന്ത്രി VD സതീശൻ നേരത്തെ ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയിരുന്നു. 12ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസിന്റെ പകർപ്പ് മാറിപ്പോയതായി സമ്മതിച്ച് CBSE. പിഴവ് സംബന്ധിച്ച് വേദാന്ത് എന്ന വിദ്യാർത്ഥിക്ക് CBSE അയച്ച ഇമെയിലിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. യഥാർത്ഥ ഉത്തരക്കടലാസിന്റെ പകർപ്പ് CBSE വിദ്യാർത്ഥിക്ക് അയച്ചു. പരാതി ഉന്നയിച്ച വിദ്യാർത്ഥിക്ക് നേരെ വൻ സൈബർ ആക്രമണമാണ് നേരിടേണ്ടി വന്നത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വീണ്ടും ചേരുകയാണ് ബൽറാം നെടുങ്ങാടി. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. രാജ്യത്തെ ജൻസി അവർ അസ്വസ്ഥരാണ്. കാരണം നല്ലൊരു വിഭാഗത്തിന് ജോലിയില്ല, ജോലിയുള്ളവർക്ക് തന്നെ നല്ല ശമ്പളമില്ല, കഷ്ടപ്പെട്ട് പഠിക്കുന്നവർക്ക് അവരുടെ പരീക്ഷയിൽ കൃത്യമായ റിസൾട്ട് ലഭിക്കുന്നില്ല എന്ന ആരോപണങ്ങളൊക്കെ ഉണ്ട്. ഈ CJP എന്ന പാർട്ടിയുടെ ഒരു ഉദയം തന്നെ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളിൽ ഊന്നിയായിരുന്നല്ലോ. ഇപ്പോൾ ഈ ഒരു വിദ്യാർത്ഥിക്ക് നേരെ CBSEയിലെ ആ ഒരു സംവിധാനത്തിലെ പിഴവ് ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥിക്ക് നേരെ സൈബർ ആക്രമണം ഉണ്ടാകുന്നു. അതേസമയം CBSE പിഴവ് സമ്മതിച്ചിട്ടുമുണ്ട്. ക്രിസ്റ്റീന, ഗൂഗിൾ CBSE 12ാം ക്ലാസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട നിരവധി ആക്ഷേപങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വന്നിരുന്നു. അത് ഇത്തവണ മാർക്ക് വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ മൂല്യനിർണ്ണയത്തിനായി അപേക്ഷ നൽകുന്നതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പവും വെബ്സൈറ്റിലെ പാളിച്ചകളും ഉണ്ടായിരുന്നു. അതിനിടെയാണ് ഒരു വ്യത്യസ്തമായ ഒരു ആക്ഷേപം ഉയർന്നു വന്നത്. ഈ ഉത്തരപേപ്പറിന്റെ പകർപ്പ് ലഭിച്ച വിദ്യാർത്ഥികളിൽ ഒരാളാണ് ഡൽഹി സ്വദേശിയായ വേദാന്ത് എന്ന 12ാം ക്ലാസ് വിദ്യാർത്ഥി. ഈ വിദ്യാർത്ഥി 3 ഉത്തരപേപ്പറുകളുടെ പകർപ്പെടുത്തു. അതിൽ ഫിസിക്സും കമ്പ്യൂട്ടർ സയൻസും ഒപ്പം തന്നെ ഇംഗ്ലീഷുമാണ് എടുത്തിരുന്നത്. അതിൽ 2 പേപ്പറുകൾ ഇംഗ്ലീഷും കമ്പ്യൂട്ടർ സയൻസും തൻ്റെ കൈയക്ഷരത്തിൽ തന്നെയാണെങ്കിലും ഫിസിക്സ് ചോദ്യപേപ്പർ തൻ്റെ കൈയക്ഷരത്തിലുള്ളതല്ല എന്നും മറ്റാരുടെയോ ഉത്തരപേപ്പറാണ് മൂല്യനിർണ്ണയം നടത്തി തൻ്റെ റോൾ നമ്പറിലേക്ക് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് മാർക്കുകൾ എന്നുമായിരുന്നു ഈ വിദ്യാർത്ഥി ഉന്നയിച്ച ആക്ഷേപം. എന്നാൽ 2 ദിവസത്തോളം ഈ ആക്ഷേപം ഉന്നയിച്ചെങ്കിലും വിദ്യാർത്ഥികൾക്ക് മറുപടി ലഭിച്ചിരുന്നില്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള അധികൃതരുടെ ഭാഗത്തു നിന്നും. എന്നാൽ സൈബർ ഇടത്തിൽ കടുത്ത തോതിലുള്ള ആക്രമണം ഈ വിദ്യാർത്ഥിക്ക് നേരിടേണ്ടി വന്നിരുന്നു. ഈ പരാതി പറയാൻ വേണ്ടി മാത്രം ഒരു അക്കൗണ്ട് തുടർന്നായിരുന്നു ഈ വിദ്യാർത്ഥി പരാതി സമൂഹ മാധ്യമത്തിൽ ഉന്നയിച്ചത്. അത് പുതിയതായി നിർമ്മിച്ച ഒരു ഐഡിയ ആയതുകൊണ്ട് തന്നെ ഇത് CBSEയെ അപഹസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കൃത്രിമ ഐഡിയ ആണ് എന്നും പരാതി വ്യാജമാണ് എന്നും ഈ വിദ്യാർത്ഥി പാകിസ്ഥാനിൽ നിന്നുള്ളതാണ് എന്നതടക്കമുള്ള അധിക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. തുടർന്ന് എന്തായാലും CBSE ഇപ്പോൾ കുറ്റം സമ്മതിച്ചിരിക്കുന്നു. ആ ഉത്തരപേപ്പർ അത് മാറിപ്പോയിരിക്കുന്നു എന്ന് CBSE ഈ വിദ്യാർത്ഥിക്ക് അയച്ച ഔദ്യോഗിക ഇമെയിൽ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ യഥാർത്ഥ ഉത്തരപേപ്പർ കണ്ടെത്തി അതിന്റെ പകർപ്പ് വിദ്യാർത്ഥിക്ക് കൈമാറുകയും ഈ യഥാർത്ഥ ഉത്തരപേപ്പറിലെ മാർക്കായിരിക്കും വിദ്യാർത്ഥിക്ക് ലഭിക്കുക എന്നും CBSE ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഇതോടെ വിദ്യാർത്ഥി ഉന്നയിച്ച പരാതി അത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. പിഴവ് പറ്റിയതായി CBSE സമ്മതിച്ചിരിക്കുന്നു. ഓൺലൈനിൽ കഴിഞ്ഞ 2 ദിവസവും കടുത്ത സൈബർ ആക്രമണമാണ് ഈ വിദ്യാർത്ഥിക്ക് നേരെ ഉണ്ടായിരുന്നത്. ശരി, ഏതായാലും വേദാന്തിന്റെ പോസ്റ്റ് വലിയ ചർച്ചയായതാണ്.
പഠിച്ച് പരീക്ഷ ചെയ്തിട്ട് അർഹമായ മാർക്ക് കിട്ടിയില്ല. അത് ചോദിക്കാനായി ഉത്തരപേപ്പർ ചോദിച്ചപ്പം കൊടുത്തത് ആരാന്റെ അല്ലെങ്കിൽ ആരാന്റെ ഉത്തരക്കടലാസ് അത് കിട്ടി. അത് കുട്ടി ജെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ. അതെ, നമ്മുടെ ഒരു സംവിധാനത്തിൽ ഇപ്പോഴും ഈ ഉത്തരക്കടലാസുകൾ, മാർക്ക്, അതൊക്കെ തന്നെയാണ് ഒരു കുട്ടിയുടെ ഭാവിയിലേക്കുള്ള ഒരു പാസ്പോർട്ടായി കാണുന്നത്. അപ്പോൾ അതിന് പോലും കൃത്യമായി പഠിച്ച് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് അവർക്ക് ശരിയായ വിലയിരുത്തൽ ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ സംവിധാനത്തിൽ പിഴവുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു 10 വർഷത്തിനിടെ ചില സമയങ്ങളിൽ ഇത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ആരോപണങ്ങൾ തുടർച്ചയായി വരുന്നത് നീറ്റ് പരീക്ഷയാണെങ്കിലും CBSE പരീക്ഷയാണെങ്കിലും തീർച്ചയായിട്ടും അതിനൊരു കറക്ഷൻ ഉണ്ടാവട്ടെ. ഇത്തരത്തിൽ ചിലപ്പോൾ പിഴവുകൾ സംഭവിക്കാം, പക്ഷേ അത് തിരുത്തുക എന്നതിലാണ് സർക്കാരിന്റെ ഒരു ആർജവം ഇരിക്കുന്നത്. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ നിർണായക യോഗം ഇന്ന് ഡൽഹിയിൽ നടക്കുകയാണ്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S. ജയശങ്കറിന്റെ ക്ഷണപ്രകാരം അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. ഇന്തോ പസഫിക് മേഖലയിലെ സുരക്ഷ ശക്തമാക്കാനും സമുദ്ര വ്യാപാരം തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ചർച്ചകൾ യോഗത്തിലുണ്ടാകും. ക്വാഡ് യോഗത്തിന് പുറമെ മറ്റു രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. കഴിഞ്ഞ വർഷം ജൂലൈ 1 വാഷിംഗ്ടണിൽ നടന്ന ചർച്ചകളുടെ തുടർച്ചയായാണ് ഡൽഹിയിലും ചർച്ച നടക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അതിർത്തി മേഖലകളിലെ സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഇന്നലെ രാത്രിയോടെ അമിത്ഷാ രാജസ്ഥാനിലെ ബിക്കാനീറിൽ എത്തിയിരുന്നു. ഇന്ന് BSF അതിർത്തി ഔട്ട്പോസ്റ്റ് സാൻജു സന്ദർശിക്കും. ഉച്ചകഴിഞ്ഞ് ബിക്കാനീറിലെ അതിർത്തി പ്രദേശങ്ങളിലെ സുരക്ഷാ സാഹചര്യം അവലോകനം ചെയ്യും. BSF ഉദ്യോഗസ്ഥർ 5 അതിർത്തി ജില്ലകളിൽ നിന്നുള്ള ജില്ലാ മജിസ്ട്രേറ്റുകൾ, പോലീസ് സൂപ്രണ്ടുമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. ഈ മാസം 29 ഗുജറാത്തിലെ ഭുജും, അടുത്ത മാസം 5 ത്രിപുരയിലെ അതിർത്തി മേഖലകളും 15 പശ്ചിമബംഗാളിലെ അതിർത്തി മേഖലകളും സന്ദർശിക്കും. തമിഴകത്ത് അണ്ണാ-DMKയിലെ പിളർപ്പ് പുതിയ തലത്തിലേക്ക്. CV ഷൺമുഖം നേതൃത്വം നൽകുന്ന വിമത വിഭാഗത്തെ 3 MLA-മാർ രാജിവെച്ച് തമിഴക വെற்றிക്കഴകത്തിൽ ചേർന്നു. CV ഷൺമുഖം പക്ഷത്തു നിന്ന് കൂടുതൽ രാജി ഉണ്ടാകുമെന്നാണ് സൂചന. MLA-മാരെ രാജിവെപ്പിച്ച് ഒപ്പം ചേർത്ത് ഉപതെരഞ്ഞെടുപ്പിലൂടെ കേവല ഭൂരിപക്ഷം നേടുകയാണ് TVKയുടെ ലക്ഷ്യം. രാജിക്ക് പിന്നാലെ TVKയെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷം രംഗത്തെത്തി. ശുദ്ധമായ ഭരണം നൽകുമെന്ന് പ്രഖ്യാപിച്ച അധികാരത്തിലേറിയവർ സ്വാർത്ഥ താൽപര്യങ്ങൾക്കായി ഭരിക്കുന്നുവെന്ന് മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കുറ്റപ്പെടുത്തി. TVK നടത്തിയത് കുതിരക്കച്ചവടമെന്ന് AADMK ജനറൽ സെക്രട്ടറി എടപ്പാടി K പളനിസ്വാമി കുറ്റപ്പെടുത്തി. CV ഷൺമുഖം പക്ഷത്തു നിന്ന് 5 MLA-മാർ കൂടി EPS പക്ഷത്തേക്കെത്തി. നിലവിൽ EPS വിഭാഗത്തിന് 27 MLA-മാരുടെയും CV ഷൺമുഖം വിഭാഗത്തിന് 17 പേരുടെയും പിന്തുണയാണുള്ളത്. കർണാടകയിലെ നേതൃമാറ്റം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇന്ന് ഡൽഹിയിലേക്ക് പോകും. രാവിലെ ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തും. 11 മണിക്കാണ് കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത്. അതേസമയം എന്തിനാണ് തന്നെ വിളിപ്പിച്ചത് എന്ന് അറിയില്ലെന്നായിരുന്നു സിദ്ധരാമയ്യയുടെ പ്രതികരണം. കഴിഞ്ഞ 20-നാണ് സിദ്ധരാമയ്യ സർക്കാർ 3 വർഷം പൂർത്തിയാക്കിയത്. അതേസമയം തന്നെ വിളിപ്പിച്ചാൽ താനും പോകുമെന്നാണ് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ അധികാര കൈമാറ്റം സംബന്ധിച്ച് ചർച്ചകളെക്കുറിച്ച് പ്രതികരിക്കാനില്ലെന്നും DK ശിവകുമാർ പറഞ്ഞു. പുണ്യനഗരിയിൽ തീർത്ഥാടക ലക്ഷ്യങ്ങൾ. ഹജ്ജ് കർമ്മങ്ങൾ പുരോഗമിക്കുന്നു. ഇന്ന് അറഫ സംഗമം. തീർത്ഥാടകർ മിനായിൽ നിന്നും അറഫയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മക്കയിൽ നിന്നും ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഹജ്ജ് കർമ്മങ്ങളുടെ 2ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നലെ മിനായിലെ താമസത്തോടു കൂടിയാണ് കർമ്മങ്ങൾ ആരംഭിച്ചത്. ഇന്നാണ് ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാന കർമ്മമായ അറഫ സംഗമം. ഹജ്ജിൻ്റെ മർമ്മപ്രധാനമായ കർമ്മമാണ് അറഫ സംഗമം. ഇതിനായി ഇന്നലെ രാത്രി മുതൽ തന്നെ തീർത്ഥാടകർ മിനായിൽ നിന്ന് അറഫയിലേക്ക് നീങ്ങി തുടങ്ങിയിരുന്നു. ഇന്ന് ഉച്ചയോടുകൂടി തീർത്ഥാടകർ അറഫയിലെ പ്രധാനപ്പെട്ട കർമ്മങ്ങളിലേക്ക് കടക്കും. ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരിൽ ഭൂരിഭാഗവും ഇന്ന് രാവിലെയോടെ തന്നെ മിനായിൽ നിന്ന് അറഫയിൽ എത്തിച്ചേർന്നു. ഹജ്ജ് സർവീസ് ഏജൻസികൾ ഒരുക്കിയ ബസ്സുകളിലും അതോടൊപ്പം തന്നെ മെട്രോയിലുമാണ് തീർത്ഥാടകർ അറഫയിൽ എത്തിച്ചേർന്നത്. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നത് വരെ അറഫയിലെ ടെൻറ്റുകളിൽ അതോടൊപ്പം തന്നെ നമിറ പള്ളിയിലും ജബുൽ റഹ്മാൻ മലയിലുമൊക്കെയായി തീർത്ഥാടകർ പ്രാർത്ഥനകളും പാപമോചന പ്രാർത്ഥനകളും മറ്റു ആരാധനാ കർമ്മങ്ങളുമായി കഴിയും. സൂര്യൻ അസ്തമിച്ചതിന് ശേഷം തീർത്ഥാടകർ അടുത്ത കർമ്മത്തിനായി അറഫയിൽ നിന്നും ഏതാണ്ട് 14 കിലോമീറ്റർ അകലെയുള്ള മുസ്ദലിഫയിലേക്ക് നീങ്ങും. ഇന്ന് രാത്രി തീർത്ഥാടകർ മുസ്ദലിഫയിലെ തുറന്ന മൈതാനത്തായിരിക്കും കഴിയുക. അറഫയിലെ പോലെയോ മിനായിലെ പോലെയോ ടെൻറ്റുകൾ മുസ്ദലിഫയിൽ ഇല്ല. മുസ്ദലിഫയിലെ തുറന്ന മൈതാനത്ത് തീർത്ഥാടകർ കഴിയും. ഇന്ന് മുസ്ദലിഫയിൽ തീർത്ഥാടകർക്ക് രാത്രി നിർവഹിക്കാനുള്ള പ്രധാനപ്പെട്ട കർമ്മം നാളെ മുതൽ മിനായിലെ ജംറകളിൽ
ജംറകളിൽ എറിയാനുള്ള കല്ലുകൾ ശേഖരിക്കുക എന്നതാണ്. 4 ദിവസങ്ങളിലായി 3 ജംറകളിൽ എറിയാനുള്ള 70ഓളം കല്ലുകളാണ് ഇന്ന് മുസ്ദലിഫയിൽ നിന്നും തീർത്ഥാടകർ രാത്രി ശേഖരിക്കുക. നാളെയാണ് മീനായിലെ ജംറകളിൽ കല്ലേർ കർമ്മം ആരംഭിക്കുന്നത്. ഇതിനായി നാളെ രാവിലെയോടുകൂടി തീർത്ഥാടകർ മീനായിൽ എത്തിച്ചേരും. പ്രധാനപ്പെട്ട ജംറയായ 3 ജംറകളിൽ പ്രധാനപ്പെട്ട ജംറയായ ജംറത്തുൽ അഖബയിലാണ് നാളെ തീർത്ഥാടകർ കല്ലേർ കർമ്മം നിർവഹിക്കുക. 7 കല്ലുകളാണ് തീർത്ഥാടകർ ഈ ജംറയിൽ എറിയുക. അതിനുശേഷം വിശുദ്ധ മക്കയിൽ പോയി തവാഫ് ചെയ്യുകയും മുടിയെടുക്കുകയും ബലി നൽകുകയും അതോടൊപ്പം തന്നെ ഇഹ്റാമിൻ്റെ പ്രത്യേക വസ്ത്രം മാറ്റി സാധാരണ വസ്ത്രം ധരിക്കുകയും ചെയ്യും. അതിനുശേഷം മീനായിലെ തമ്പുകളിൽ തന്നെ തിരിച്ചെത്തുന്ന തീർത്ഥാടകർ തുടർന്നുള്ള 3 ദിവസങ്ങളിലും മീനായിൽ താമസിച്ച് 3 ജംറകളിലും കല്ലേർ കർമ്മം നിർവഹിക്കും. ശക്തമായ ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. അറഫയിലും അതോടൊപ്പം തന്നെ മീനായിലുമൊക്കെ 45 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് അനുഭവപ്പെടും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ എല്ലാവിധ മുൻകരുതലുകളും സ്വീകരിക്കണമെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയവും ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഇന്ത്യൻ തീർത്ഥാടകർക്കും ഒക്കെ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. കനത്ത സുരക്ഷാ സന്നാഹമാണ് മക്കയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർത്ഥാടകരൊക്കെ വളരെ സുരക്ഷിതമായി സമാധാനപരമായി കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യം ഇപ്പോഴുണ്ട്. മക്കയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ബീന കണ്ണൻ കോച്ചൂറിന്റെ ആഭിമുഖ്യത്തിൽ ഫ്രാൻസിസ് ആലുക്കാസുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന മിസ് യൂണിവേഴ്സ് കേരളയുടെ സെമി ഫൈനൽ കൊച്ചിയിൽ നടന്നു. ബീന കണ്ണൻ കോച്ചൂർ അണിഞ്ഞുകൊണ്ടാണ് 23 മത്സരാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തത്. നാളെ കൊച്ചി ഗ്രാൻഡ് ഹയാത്തിലാണ് ഫൈനൽ മത്സരം. ഷീമ ടി CEO ബീന കണ്ണൻ മുഖ്യാതിഥിയായ പരിപാടിയിൽ 2024 മിസ് യൂണിവേഴ്സ് ഇന്ത്യ റിയ സിൻഗ, മിസ് യൂണിവേഴ്സ് ഇന്ത്യ ഡയറക്ടർ അംജാദ് ഖാൻ, മിസ് യൂണിവേഴ്സ് കേരള 2025 വിജയി ഐശ്വര്യ ശ്രീനിവാസൻ, മിസ് യൂണിവേഴ്സ് കേരള സ്റ്റേറ്റ് ഡയറക്ടർ അർച്ചന രവി എന്നിവർ പങ്കെടുത്തു. സിനിമാ താരങ്ങളും ഫാഷൻ ഇൻഫ്ലുവൻസർമാരും പരിപാടിയുടെ ഭാഗമായി. We are here to do the Kerala chapter of Miss Universe. It's going to be held later in Puerto Rico, and the Kerala chapter is going to be a part of India, and the Indian representation is going to go to Puerto Rico for the final Miss Universe contest. This means that Veena Kannan Couture from Kerala is a part of Miss Universe the world. പ്രമുഖ ഗൃഹോപകരണ ഇലക്ട്രോണിക്സ് ഡിജിറ്റൽ വിപണന ശൃംഖലയായ ഗോപു നന്ദിലത്ത് ജിമാർട്ടിന്റെ 64ാമത് ഹൈടെക് ഷോറൂം തിരൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. തിരൂർ പോലീസ് ലൈനിലാണ് പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളും ഒരുക്കിയിരുന്നു. ആദ്യ വിപണനത്തിന്റെ ഉദ്ഘാടനം തിരൂർ നഗരസഭാ ചെയർമാൻ ഇബ്രാഹിം ഹാജി നിർവഹിച്ചു. ഉപഭോക്താക്കളുടെ സംതൃപ്തിയാണ് നന്ദിലത്ത് ഷോറൂമുകളുടെ വിജയമെന്ന് ചെയർമാൻ ഗോപു നന്ദിലത്ത്. ഗോപു നന്ദിലത്ത് ജിമാർട്ടിന്റെ 64ാമത് ഹൈടെക് ഷോറൂമാണ് ഞങ്ങൾ തിരൂർക്ക് സമർപ്പിച്ചത്. വിൽപ്പനയിലും വിൽപ്പനാന്തര സേവനത്തിലും മികച്ചു നിൽക്കുന്ന ഗോപു നന്ദിലത്ത് ജിമാർട്ട് ഇന്നൊരു സൗത്ത് ഇന്ത്യയിലെ ഒരു നമ്പർ 1 സ്ഥാപനമാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ തിരൂർ ഷോറൂമിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ AI ടെക്നോളജിയുടെ ഒരു വൈഡ് റേഞ്ച് ഡിസ്പ്ലേ ആണ് നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്നത്. കൂടാതെ കസ്റ്റമേഴ്സിന് ക്യാഷ് ബാക്കും EMI സൗകര്യങ്ങളും അതുകൂടാതെ ഡിസ്കൗണ്ട് സ്ട്രക്ചറും എല്ലാം നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട് കസ്റ്റമേഴ്സിനായിട്ട്. മലപ്പുറം ജില്ലയിലെ ഞങ്ങളുടെ 6ാമത്തെ ഷോറൂമാണ് ഗോപു നന്ദിലത്ത് ജിമാർട്ടിൻ്റെ. പെരുന്നാളാണ്, വലിയ പെരുന്നാളാണ്. മലപ്പുറം ജില്ലക്കാർക്കായിട്ട് മാത്രമല്ല, ഇതൊരു സമ്മാനം കൂടിയാണ് ഇവിടുത്തെ ഉപഭോക്താക്കൾക്ക്. തികച്ചും വളരെയധികം സപ്പോർട്ടുള്ളത് കൊണ്ടാണ് 6ാമത്തെ ഷോറൂം ഇന്നിവിടെ ഞങ്ങൾക്ക് ലോഞ്ച് ചെയ്യാൻ സാധിച്ചത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ പർച്ചേസ് ആൻഡ് വിൻ നറുക്കെടുപ്പിലൂടെ 10 ഭാഗ്യശാലികൾക്ക് 32 ഇഞ്ച് LED TVകൾ സമ്മാനമായി നൽകി. 24 മലപ്പുറം. ഔദ്യോഗിക എക്സ് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തതിനെതിരെ കോടതിയെ സമീപിച്ച് കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കെയാണ് ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. CJPയെ പിന്തുണച്ച് NDA ഘടകകക്ഷി TDP രംഗത്തെത്തി. യുവാക്കളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിനാവശ്യമായ നയപരമായ മാറ്റങ്ങളും ഭേദഗതികളും സർക്കാർ കൊണ്ടുവരണമെന്ന് TDP നേതാവ് പല്ല ശ്രീനിവാസ റാവുവും പറഞ്ഞു. ബൽറാം നെടുങ്ങാടിയുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, ഗുഡ് മോർണിംഗ്. ഇന്നലെയാണ് CJP നേതാക്കൾക്കെതിരെ അല്ലെങ്കിൽ അതിന്റെ സ്ഥാപകർക്കും അതിന്റെ പിന്നിലുള്ളവർക്കുമെതിരെ CBI അന്വേഷണം വേണമെന്നൊരു ഹർജി, അതും ചീഫ് ജസ്റ്റിസിന്റെ തന്നെ ബെഞ്ചിലേക്ക് ചെന്നത്. അത് വൈകാരികമായി അത്ര പെട്ടെന്ന് പരിഗണിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, വൈകാരികമായി പ്രതികരിക്കരുതെന്നാണ് പറഞ്ഞത്. ഈ ഹർജിയിൽ എന്തൊക്കെയാണ് CJP സ്ഥാപകൻ ചൂണ്ടിക്കാട്ടുന്നത്? ഒപ്പം
BJP പറയുന്നത് ദേശവിരുദ്ധരാണ്, ദേശവിരുദ്ധ ശക്തികളുടെ പിന്തുണയുണ്ടെന്നും ആരോപിക്കുന്ന CJP ആണ് പ്രശംസിക്കുന്നത് ഘടകകക്ഷിയിലെ ഒരു പാർട്ടി. വെരി ഗുഡ് മോർണിംഗ് ഗോകുൽ, ക്രിസ്റ്റീന. ഈ CJPക്ക് എതിരെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ആ ഹർജി പരിഗണിക്കവേ വൈകാരികമായി പ്രതികരിക്കേണ്ടത് എന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കുകയും പിന്നീട് പരിഗണിക്കാനായി ഹർജി മാറ്റിവെക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. CJPയുടെ എക്സ് അക്കൗണ്ടിൽ ബ്ലോക്ക് ചെയ്ത കേന്ദ്ര സർക്കാരിന്റെ നടപടി ചോദ്യം ചെയ്തുകൊണ്ടാണ് CJP ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ എക്സ് അക്കൗണ്ട് ആരംഭിച്ച 5 ദിവസത്തിനകം മരവിപ്പിച്ചിരിക്കുന്നു എന്നും ചൂണ്ടിക്കാണിക്കുന്നത് പോലെ രാജ്യവിരുദ്ധമായ യാതൊരു പരാമർശങ്ങളും അല്ലെങ്കിൽ സർക്കാരിനെ അധിക്ഷേപിക്കുന്നതോ മറ്റോ ആയ ഉള്ളടക്കങ്ങളോ ആ എക്സ് അക്കൗണ്ടിൽ ഇല്ല എന്നുമാണ് ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് അതുമായി ബന്ധപ്പെട്ട് ഈ ഹർജി സംബന്ധിച്ച് ഒരു നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഈ CJP പിന്തുണച്ചുകൊണ്ട് NDAയുടെ സഖ്യകക്ഷിയായ TDP രംഗത്തെത്തിയിരിക്കുകയാണ്. നേരത്തെ തന്നെ ആദ്യഘട്ടം മുതൽ തന്നെ ഈ എക്സ് അക്കൗണ്ട് മരവിപ്പിച്ചതടക്കമുള്ള നടപടികളിൽ TDPക്ക് അതൃപ്തിയുണ്ട് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ TDPയുടെ സംസ്ഥാന അധ്യക്ഷൻ പല്ല ശ്രീനിവാസ റാവു ആണ് യുവാക്കളുടെ കണ്ണിലൂടെ വേണം ഈ പ്രശ്നത്തെ കാണാൻ എന്നുള്ള പ്രതികരണം നടത്തിയിരിക്കുന്നത്. യുവാക്കളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിന് ആവശ്യമായ നയപരമായ വേദികളും സർക്കാർ കൊണ്ടുവരണമെന്നും വഞ്ചിക്കപ്പെട്ടു എന്ന് യുവാക്കൾക്ക് തോന്നാത്ത രീതിയിലുള്ളതായിരിക്കണം ഭരണം എന്നുമാണ് TDP വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും NDA സഖ്യകക്ഷിക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ യുവാക്കളോട് അല്ലെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടിയോട് അനുഭാവപൂർവമായ ഒരു പ്രതികരണം വന്നിരിക്കുകയാണ്. ഇത് നയങ്ങളെയും ബാധിക്കും എന്നുള്ളത് തന്നെയാണ് കണക്കാക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. കൃഷ്ണ, ഏതായാലും ഇത്തരം മൂവ്മെന്റുകൾ അതിന്റെ ഭാവി എത്രത്തോളം എന്നുള്ളതല്ല, എത്ര കാലമുണ്ടാകും, എങ്ങനെ തെരുവിലേക്ക് ഇറങ്ങുമോ ഇവരൊന്നും പ്രതീക്ഷിക്കാനാവില്ല. എങ്കിൽ പോലും അവഗണിക്കരുത്, അപഹസിക്കരുത് എന്നൊരു സന്ദേശം കൂടിയാണ് TDP കൂടി, NDA സഖ്യകക്ഷിയായ TDP കൂടി അവരെ പറ്റി പ്രശംസിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. യുവാക്കളിലെ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് ഏകദേശം 10%, 9.9% ഇന്ത്യയിൽ. അപ്പോൾ അത്രയധികം യുവാക്കൾ തൊഴിലില്ലാത്തവരായിട്ടുണ്ട്. ഇനി തൊഴിലുള്ളവരാണെങ്കിൽ തന്നെ അവരുടെ ശരാശരി ശമ്പളം എന്ന് പറയുന്നത് ഒരു 15,000-20,000 രൂപയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് സാധിക്കാത്ത അവസ്ഥയാണെന്ന് അവർ പറയുന്നു. അതിനിടെ പഠിച്ചിട്ടും കാര്യമില്ലെന്ന മട്ടിൽ കാര്യങ്ങൾ പോകുന്നു. ഇതൊക്കെയാണ് അവരെ അസ്വസ്ഥരാക്കുന്നത്. അപ്പോൾ അവരുടെ ആവശ്യങ്ങളും അനുഭാവപൂർവ്വം പരിഗണിക്കപ്പെടട്ടെ. മോഡലിംഗിന്റെ മറവിലെ സെക്സ് റാക്കറ്റ് കേസിലെ 2 പ്രതികൾക്കായുള്ള കസ്റ്റഡി അപേക്ഷ ഇന്ന് നൽകും. അലീന, മഞ്ജിമ എന്നീ പ്രതികൾക്കായാണ് എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകുക. കേസിലെ പ്രധാന പ്രതികളായ സിന്ധുവിനും ബിലാലിനും വേണ്ടി അടുത്ത ദിവസം തന്നെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. ലിഡിയ ജേക്കബ് തുടരുന്നു കൊച്ചിയിൽ നിന്ന്. ലിഡിയ, ഈ കേസിൽ ഇനിയും 2 പേർ വിദേശത്തുണ്ട്, പ്രതി ചേർക്കപ്പെട്ട 2 പേർ. അവരെ നാട്ടിലെത്തിക്കുക എന്നതിൽ തട്ടി നിൽക്കുകയാണോ ഈ അന്വേഷണം? അതല്ല ഇവരുടെ കൂടുതൽ ബന്ധങ്ങളിലേക്ക്, ഇവരുടെ മറ്റ് പോലീസ്, സിനിമ, സീരിയൽ മേഖലയിലുള്ള ആളുകളുമായുള്ള ബന്ധത്തെ പറ്റിയൊക്കെയുള്ള ഒരു ഓഡിയോ തന്നെ ഈ സിന്ധുവിൻ്റെ തന്നെ ഒരു ഓഡിയോ പുറത്തു വന്നാണ് വലിയ ബന്ധങ്ങളുണ്ട് എന്നത്. ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞിരുന്നു. അതിൽ പരിശോധനകൾ പുരോഗമിക്കുന്നുണ്ടോ? ഗൂഗിൾ വിശദമായിട്ടുള്ള പരിശോധനകളും അന്വേഷണങ്ങളുമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുമുള്ളത്. ഇന്ന് പ്രതികൾക്കായുള്ള കസ്റ്റഡി അപേക്ഷ നൽകും. 2 പ്രതികൾക്കായുള്ള, പ്രത്യേകിച്ച് മഞ്ജിമ, അലീന എന്നീ പ്രതികൾക്കായുള്ള കസ്റ്റഡി അപേക്ഷയാണ് എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകുക എന്നുള്ളതാണ്. ഇവരെ പിടികൂടിയ ആദ്യഘട്ടത്തിൽ ഇവരെ ചോദ്യം ചെയ്യാനുള്ള സമയം വേണ്ട വിധത്തിൽ ലഭിച്ചില്ല. അതിനാലാണ് ഇവരെ വിശദമായി ചോദ്യം ചെയ്യാൻ കസ്റ്റഡി അപേക്ഷ നൽകുന്നത്. ഏകദേശം 3 ദിവസത്തേക്കാകും കസ്റ്റഡി അപേക്ഷ നൽകുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇതിലെ പ്രധാന പ്രതികൾ സിന്ധു, ഒപ്പം ബിലാൽ എന്നറിയപ്പെടുന്ന ശ്രീകുമാർ എന്നിവരാണ്. ഇവരെയും ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്, വിശദമായി ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഇവരുടെ കസ്റ്റഡി അപേക്ഷയും വൈകാതെ നൽകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇതൊരു വലിയ ഒരു റാക്കറ്റ് തന്നെയാണ്, അതൊരു ചെറിയ കാര്യമല്ല. വലിയൊരു സംഘം ഇതിന് പിന്നിലുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അത്തരത്തിൽ നിരവധി സ്ത്രീകളെ വിദേശത്തേക്കടക്കം കയറ്റി അയച്ചിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പറയുന്നുണ്ട്. വിശദമായിട്ടുള്ള അന്വേഷണമാണ് ഇതിൽ ആവശ്യമുള്ളത് എന്നുള്ളത് കൂടിയാണ്. ഇവരുടെ, പ്രത്യേകിച്ച് ബിലാലിൻ്റെയൊക്കെ
ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ്. സാമ്പത്തിക ഇടപാടുകൾ, വലിയ തോതിലുള്ള സാമ്പത്തിക ഇടപാടുകൾ വിവിധ അക്കൗണ്ടുകളിലായി ബിലാൽ നടത്തിയിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അത്തരത്തിലുള്ള രേഖകളും കാര്യങ്ങളും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ സിന്ധുവിന്റെ അക്കൗണ്ടിൽ നിന്നും ബിലാലിന്റെ അക്കൗണ്ടിലേക്ക് പണം പോയിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഒരു ബാങ്ക് അക്കൗണ്ടുകളും രേഖകളും ഒക്കെ പരിശോധിച്ച് എത്ര പേരെ ഇത്തരത്തിൽ ഇതിനിരയാക്കിയിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല മറ്റ് ആളുകളിലേക്ക് ഇതിൽ ഈ ഒരു പ്രതികൾ മാത്രമാണോ മറ്റാളുകൾ ഉണ്ടോ എന്നുകൂടി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് 2 പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കാനുണ്ട്, പിടികൂടാനായിട്ടുണ്ട്. മാത്രമല്ല ഇനിയും ഇതിൽ കൂടുതൽ പ്രതികളുണ്ടോ, മറ്റാരെങ്കിലും ഉണ്ടോ, മറ്റ് റാക്കറ്റുകളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. ഈ വിദേശത്തുള്ള പ്രതികളെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള, അവരെ പിടികൂടാനുള്ള ഊർജിത ശ്രമങ്ങൾ പോലീസ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് മറ്റാരെങ്കിലും ഉണ്ടോ, മറ്റ് റാക്കറ്റുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, കൂടുതൽ സ്ത്രീകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണങ്ങൾ നടക്കുന്നത്. പരാതികൾ കൂടുതലായി വരുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ആ പരാതികൾ കേന്ദ്രീകരിച്ചും അതിൻ്റെ ഒരു വിശ്വാസ്യത കേന്ദ്രീകരിച്ചും ഒക്കെ പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. എന്തായാലും പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് നീങ്ങുന്നത്. ഒപ്പം ഈ സാമ്പത്തിക ഇടപാടുകളിൽ ഒക്കെ വിശദമായ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. മറ്റ് പ്രമുഖരായിട്ടുള്ള ആളുകൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി അന്വേഷിക്കുന്നുണ്ട്. ലിഡിയ ജേക്കബാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. എന്തായാലും ട്രംപ് ഇറാന് മുന്നിൽ അടുത്ത കണ്ടീഷനും കൂടെ വെച്ചിട്ടുണ്ട്. നേരത്തെ പറയുന്നതാണ്, സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് മുന്നോട്ട് കൊണ്ടുവരണം. അതിനുശേഷം ഇറാനും അമേരിക്കയ്ക്കും രണ്ടുപേർക്കും സമവായമുള്ള ഒരു സ്ഥലത്ത് വെച്ച് അത് നശിപ്പിക്കണം. ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി പോലെ ഒരു ഏജൻസി അതിന് സാക്ഷ്യം വഹിക്കണമെന്നാണ് പറയുന്നത്. ഇതൊക്കെ എത്രത്തോളം പ്രായോഗികമാണ് തന്നിട്ട് ഏറ്റവും ഒടുവിൽ മതി യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയെന്നാണ് ഇറാന്റെ പക്ഷം. അത് അവസാനം പരിഗണിക്കാമെന്നതാണ്. ആ വിഷയം ആദ്യം എടുത്തു വെക്കുമ്പോൾ ഈ ചർച്ച ഇനി എങ്ങോട്ട് പോകുമെന്നത് കണ്ടാൽ മാത്രമല്ലേ പറയുന്ന പോലെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഒരു സ്ഥലത്ത് കൊണ്ടുവച്ച് നശിപ്പിക്കുക എന്നതിലെ ശാസ്ത്രീയതയൊക്കെ ഇനിയും നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു വാർത്തയിലേക്കാണ്. ദളിത് സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ പാലക്കാട് നഗരസഭ മുൻ കോൺഗ്രസ് കൗൺസിലർ പ്രശോഭ് സി വത്സന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. മണ്ണാർക്കാട് കോടതി നേരത്തെ മുൻകൂർ ജാമ്യം തള്ളിയിരുന്നു. ജോലി വാഗ്ദാനം ചെയ്ത് താമസ സ്ഥലത്ത് അതിക്രമിച്ചു കയറി ലൈംഗികമായി പീഡിപ്പിച്ചെന്ന ദളിത് യുവതിയുടെ പരാതിയിലാണ് കേസ്. പരാതി അടിസ്ഥാനരഹിതമെന്ന നിലപാടിലാണ് പ്രശോഭ്. പ്രതിക്ക് ജാമ്യം നൽകിയാൽ കേസ് അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നു. ജസ്റ്റിസ് എ ബദറുദ്ദീനാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത്. വയനാട് വെണ്ണിയോട്ടെ വയോധികയുടെ കൊലപാതകത്തിൽ ദുരൂഹത നീങ്ങുന്നില്ല. പ്രതിക്കായി കമ്പളക്കാട് പോലീസ് തെരച്ചിൽ തുടരുകയാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി സമീപവാസികളെ ചോദ്യം ചെയ്തേക്കും. 85-കാരിയായ ഫാത്തിമയെ ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയതെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. കാണാതായ സ്വർണ്ണാഭരണങ്ങൾ വീട്ടുമുറ്റത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്ത് കഴിഞ്ഞ ദിവസം പരിശോധന നടത്തി. കൊല്ലം മുണ്ടക്കലിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കൊലപാതകമാണെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് അന്വേഷണം. മുണ്ടക്കൽ സ്വദേശി രാജേന്ദ്രനെയാണ് കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴുത്തിൽ തോർത്തുമുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് കണ്ടെത്തൽ. സമീപത്തെ കടയിൽ നിന്ന് പോലീസ് സംഘം CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ നിന്ന് പ്രതിയെക്കുറിച്ചുള്ള വ്യക്തമായ സൂചന പോലീസിന് ലഭിച്ചെന്നാണ് വിവരം. സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് 100 മീറ്റർ മാത്രം അകലെ നടന്ന കൊലപാതകത്തിൽ ഞെട്ടലിലാണ് പോലീസ്. സംസ്ഥാനത്തെ +2 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. പൊതുവിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ വൈകിട്ട് 3 മണിക്ക് ഫലം പ്രഖ്യാപിക്കും. സർക്കാരിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും ഔദ്യോഗിക വെബ്സൈറ്റുകളിലൂടെയും നമ്മുടെ കേരളം ആപ്പിലൂടെയും വിദ്യാർത്ഥികൾക്ക് പരീക്ഷാഫലം അറിയാൻ. ഇനി IPL വാർത്തകളിലേക്കാണ്. IPL ആദ്യ ഫൈനലിസ്റ്റുകളെ ഇന്നറിയാം. IPL ആവശ്യം അങ്ങനെ അതിന്റെ കലാശപ്പോരിലേക്ക് അടുക്കുകയാണ്. ഒന്നാം ക്വാളിഫയറിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. രാത്രി 7:30 ധരംശാലയിലാണ് മത്സരം. ജയിക്കുന്നവർക്ക് നേരിട്ട് ഫൈനലിൽ പ്രവേശിക്കാം. തോൽക്കുന്നവർക്ക് എലിമിനേറ്റർ മത്സരം ജയിച്ചെത്തുന്നവരെ രണ്ടാം ക്വാളിഫയറിൽ മറികടക്കേണ്ടി വരും. ഫൈനൽ ബർത്ത് ഉറപ്പിക്കാൻ 14 മത്സരങ്ങളിൽ 18 വീതം പോയിന്റുമായി യഥാക്രമം 1ഉം 2ഉം സ്ഥാനങ്ങളിലായിരുന്നു നിലവിലെ ചാമ്പ്യന്മാരായ ബംഗളൂരുവും ഗുജറാത്തും ഫിനിഷ് ചെയ്തത്. കൊല്ലം അഞ്ചലിൽ പോലീസുകാരന്റെ ബൈക്ക് കത്തിച്ച സംഭവത്തിൽ 2 യുവതികൾ പോലീസ് പിടിയിൽ. കൊല്ലം ശൂരനാട് സ്വദേശി ആരതിയുടെ സുഹൃത്ത് ഇടുക്കി സ്വദേശിനി ഗായത്രി മോഹൻ എന്നിവരാണ് അറസ്റ്റിലായത്.
വൈദ്യപരിശോധന കഴിഞ്ഞു മടങ്ങവേ യുവതികളിൽ ഒരാൾ വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. വിവരങ്ങളുമായി സൂര്യ ഗായത്രിയാണ് കൊല്ലത്ത് നിന്ന് ചേരുന്നത്. സൂര്യ, ഗുഡ് മോർണിംഗ്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണാം 2 യുവതികൾ അവർ നടന്നു പോകുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഈ ഒരു ബൈക്ക് കത്തിക്കാനുണ്ടായ ഒരു പ്രകോപനം എന്താണ്? ഗുഡ് മോർണിംഗ്. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. ആറന്മുള പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ അഞ്ചൽ ആർച്ചിലിൽ താമസിച്ചു വരുന്ന വിവേകിന്റെ ബുള്ളറ്റാണ് കത്തിച്ചിട്ടുണ്ടായിരുന്നത്. വീടിന്റെ ഷെഡിൽ സൂക്ഷിച്ചിരുന്ന ബുള്ളറ്റാണ് കത്തിച്ചത്. വീടിന്റെ സിറ്റ് ഔട്ടിൽ കരിയോയിൽ ഒഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വിവേക് ഡ്യൂട്ടി ചെയ്യുന്ന സമയം ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ കോളേജിൽ വെച്ച് ലാത്തിയടിച്ചതിന്റെ വൈരാഗ്യമാണെന്നുള്ള രീതിയിൽ ഒരു ഭീഷണി കത്തും സമീപത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് പോലീസ് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ യുവതികളിലേക്ക് എത്തിയത്. കൊല്ലം ശൂരനാട് സ്വദേശി ആരതിയുടെ സുഹൃത്തായിട്ടുള്ള ഇടുക്കി സ്വദേശിനി ഗായത്രി മോഹൻ എന്നിവരെയാണ് പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. കഴിഞ്ഞ 5 മാസങ്ങൾക്ക് മുമ്പ് വിവേകുമായിട്ട് ആരതിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ വിവാഹം മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ തുടർന്നുണ്ടായ മാനസിക വൈരാഗ്യമാണ് ഈ സംഭവത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇതിനിടയിൽ കസ്റ്റഡിയിൽ തുടരുന്നതിനിടയിൽ ആരതി ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആരതിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ആരതി ചികിത്സയിൽ തുടരുകയാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യുവതികൾ വന്നത് ഒരു ഓട്ടോയിലായിരുന്നു. ഈ ഓട്ടോ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തി. ഓട്ടോയിൽ യുവതികൾ GP വഴിയാണ് ഓട്ടോ ക്യാഷ് നൽകിയിട്ടുണ്ടായിരുന്നത്. അതിലെ നമ്പർ എടുത്തതിന് ശേഷമാണ് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തുകയും ഈ യുവതികളിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. 21-ാം തീയതി ആരതി സുഹൃത്തായിട്ടുള്ള ഗായത്രിയെ കൊണ്ട് പെട്രോൾ വാങ്ങി സൂക്ഷിച്ചതിനു ശേഷം 23-ാം തീയതി വൈകിട്ടാണ് ഈ പോലീസുകാരന്റെ താമസ സ്ഥലത്ത് എത്തുന്നത്. ആളൊഴിഞ്ഞ ഭാഗത്ത് തങ്ങിയതിനു ശേഷം രാത്രിയിൽ വീട്ടിലെത്തി ബൈക്ക് കത്തിക്കുകയായിരുന്നു. ഈ സിറ്റ് ഔട്ടിൽ കരിയോയിലും ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും യുവതികൾക്ക് പ്രദേശവാസികളായിട്ടുള്ള ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലീസിന് സംശയമുണ്ട്. അതുകൂടി പോലീസ് സംശയിക്കുകയാണ്. ഈ ഗായത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി മറ്റു നടപടികളിലേക്ക് പോലീസ് കഴിഞ്ഞിട്ടുണ്ട്. ആരതിയാണ് ചികിത്സയിൽ നിലവിൽ ആശുപത്രിയിൽ തുടരുന്നത്. ശരി, ഏതായാലും സംശയിച്ചതുപോലെയല്ല കാര്യങ്ങളുണ്ടായത്. മുമ്പ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായ ഒരു മാർച്ചിനിടെ സംഘർഷം ഉണ്ടായിരുന്നു. അതിലുള്ള വൈരാഗ്യമാണ് ഈ പോലീസുകാരനെ ബൈക്ക് എത്തിക്കാൻ കാരണമെന്നായിരുന്നു ആദ്യത്തെ സംശയം. അല്ലെങ്കിൽ വിവേക് തന്നെ മൊഴി നൽകിയത് അത്തരത്തിലായിരുന്നു. അതല്ല, മുമ്പ് നിശ്ചയിച്ച വിവാഹം മുടങ്ങിയതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ വൈരാഗ്യമാണ് ഇത്തരത്തിൽ പെൺകുട്ടിയെ ഒപ്പം സുഹൃത്തിനെയും ചേർന്ന് ഇങ്ങനെ ഒരു ബൈക്ക് കത്തിക്കൽ എന്ന ആലോചനയിലേക്ക് പോകാൻ കാരണമെന്ന് മനസ്സിലാക്കുന്ന ഒരു പ്രതികരണം കൂടി അതിൽ ലഭിക്കുന്നുണ്ട്. ഈ സ്ത്രീകൾ 2 പേരും അവിടെ വന്നൊരു ബൈക്ക് കത്തിക്കുക എന്ന് പറയുമ്പോൾ ഒരാൾ ഇവിടെ ശൂരനാടും മറ്റൊരാൾ ഇടുക്കിയിലും ഉള്ള ആളാണെന്നും 2 പേരും തിരുവനന്തപുരത്തെ എൻട്രൻസിൻ്റെ കോച്ചിങ് സെൻറ്ററിൽ പഠിക്കുന്നവരാണെന്നും എന്തോ മുൻവൈരാഗ്യം വെച്ച് ആ വീട്ടിൽ വന്ന് ആ സംഭവം നടത്തിയതാണെന്നുമാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഞങ്ങളുടെ ഒരു ഗ്രാമപ്രദേശത്തേക്ക് ദൂരെ നിന്ന് 2 പെൺകുട്ടികൾ വന്ന് മാത്രം അങ്ങനെ ഒരു സംഭവം നടത്തണമെങ്കിൽ അങ്ങനെ അവർക്ക് മാത്രം കഴിയുമോ എന്നുള്ളൊരു സംശയം ഞങ്ങളുടെ എല്ലാം മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. തീർച്ചയായിട്ടും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കൊല്ലം കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള അമൃത് കുളത്തിൽ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് കാത്ത് കോർപ്പറേഷൻ. സംഭവത്തിൽ അസ്വാഭാവികതയില്ലെന്നാണ് പ്രാഥമിക നിഗമനം. ഓക്സിജന്റെ അപര്യാപ്തത കൊണ്ടാകാം മീനുകൾ ചത്തുപൊങ്ങിയതെന്നാണ് സംശയം. ഫിഷറീസ് വകുപ്പ് വളർത്താനിട്ടിരുന്ന ആയിരക്കണക്കിന് മീനുകളാണ് കഴിഞ്ഞ ദിവസം കൂട്ടത്തോടെ ചത്തുപൊങ്ങിയത്. കുളത്തിൽ വിഷം കലക്കിയതാണോ എന്നായിരുന്നു നാട്ടുകാരുടെ സംശയം. ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷമേ സ്ഥിരീകരിക്കാനാകൂ എന്ന് ഫിഷറീസ് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 7 വർഷത്തോളമായി കുളത്തിൽ വളർത്താനിട്ടിരുന്ന മീനുകളാണ് ചത്തത്. പെരുന്നാൾ ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ. അവധി തുടങ്ങിയതോടെ പാർക്കിലും മാളുകളിലും തിരക്കേറിയിട്ടുണ്ട്. സുരക്ഷയൊരുക്കി പോലീസും ജാഗരൂകരായി പൊതുയിടങ്ങളിലുണ്ട്. ബലിപെരുന്നാളിനെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങൾ. നാളെ അറഫ ദിനം. ഹാജിമാർ അറഫ സംഗമത്തിലായിരിക്കുമ്പോൾ വിശ്വാസികൾ നോമ്പനുഷ്ഠിക്കും. മറ്റന്നാൾ പെരുന്നാൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ചെറിയ പെരുന്നാളിന് ഈദ്ഗാഹുകൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ബലിപെരുന്നാളിന് ഈദ്ഗാഹുകളിൽ നമസ്കരിക്കാമെന്ന വിശ്വാസത്തിലാണ് ഭൂരിഭാഗം ഗൾഫ് രാജ്യങ്ങളിലുള്ളവരും. പുലർച്ചെ 6:45 മുൻപ് തന്നെ പെരുന്നാൾ നമസ്കാരം നിർവഹിക്കും. ഈ 2 ദിവസങ്ങൾ ഷോപ്പിംഗിൻ്റേത് കൂടിയാണ്.
വിവിധ മാളുകളിലും ഷോപ്പിംഗ് സെന്ററുകളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഷാർജ എക്സ്പോ സെന്ററിൽ പതിവ് പോലെ ഈദ് അൽ അദ്ഹ വിപണിമേള പുരോഗമിക്കുകയാണ്. ഷാർജ എക്സ്പോ സെന്ററാണ് മേള സംഘടിപ്പിക്കുന്നത്. പൊതുയിടങ്ങളിൽ സുരക്ഷയൊരുക്കാൻ പ്രത്യേക സജ്ജീകരണങ്ങളാണ് UAE-യിലുടനീളം പോലീസ് നടത്തിയിരിക്കുന്നത്. വിവിധ വിങ്ങുകളിലായി തിരിഞ്ഞ് ഓരോ ഇടത്തും തമ്പടിച്ചിരിക്കുകയാണവർ. 24 ദുബായ്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്.